വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ വർഗ്ഗ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ ആദ്യത്തെ 5 പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, എല്ലാത്തിൻ്റെയും ലോട്ടുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടെന്ന് വിചാരിച്ച് മാത്സ് പഠിക്കണമെന്നില്ല, കണക്ക് ചെയ്താണ് പഠിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി അല്ലേ വെച്ചിട്ട് നമ്മൾ a+b² എന്ന് വെച്ച് കഴിഞ്ഞാൽ a² + 2ab + b², അല്ലെങ്കിൽ a b എന്ന വേരിയബിൾ മാറ്റിയിട്ട് നമുക്ക് x y എന്നും കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൊടുക്കാം. എ ബി എന്ന് കൊടുക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, x+y എന്ന് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം രണ്ടായാലും അതിൻ്റെ അത് നോക്കി വേണം പഠിക്കാൻ കേട്ടോ. x² + 2xy + y² കേട്ടോ. അത് നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ 40ൻ്റെ ക്വസ്റ്റ്യനുകളാണിത്. അതെ, എല്ലാം നമ്മൾ ചെയ്തിട്ടായിരുന്നു. കിട്ടാത്തവരോ കാണാത്തവരോ എല്ലാം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനലിൽ വിശദമായിട്ട് പറഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണക്കിങ്ങനെ കാണിച്ചു എന്ന് കരുതി ഇത് ചെയ്ത് ചെയ്യാൻ അറിയണമെന്ന് ഇല്ല കുഞ്ഞുങ്ങളെ. അത് കണ്ട് തന്നെ പഠിക്കണം കേട്ടോ. കിട്ടാൻ വല്ലോ ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്ന് കാണിച്ചോട്ടെ. എഴുതാനുള്ളവരൊക്കെ അങ്ങ് എഴുതിയെടുക്കണേ. പേജ് നമ്പർ 41ലെ കണക്കുകളാണ് ഇത്. കാരണം ഈ എല്ലാ ടെസ്റ്റിലെ എല്ലാ കണക്കുകളും ചെയ്തിട്ടതും പിന്നെ എക്സർസൈസ് ക്വസ്റ്റ്യനുകളും എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ടെസ്റ്റിൽ ചെയ്തിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ ആ കണക്ക് നമുക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അതെങ്ങനെയാണ് കിട്ടിയതെന്നേ. പേജ് നമ്പർ 43ലെ കണക്കുകളൊക്കെ കണ്ടിതാ. ഇതൊക്കെ നമുക്ക് ആ ചെയ്തത് നോക്കി തന്നെ പഠിക്കണം കേട്ടോ. എങ്ങനെയാണ് വന്നതെന്നേ ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഇതൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. അതായത് ഇനി നമ്മൾ ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ ആ ലിങ്ക് കയറി തന്നെ കാണണം കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് എന്തോന്ന് തോന്നിങ്ങളെ, ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഒരു കണക്കിട്ടതിൽ അതുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയതാണ്ട് 10n + 5², അതായത് a² + 2ab + b² ആണ് അല്ലേ. അപ്പോൾ അത് ഞാൻ എഴുതിയത് എന്താണെന്നറിയോ, 2 × 10 × 5 ആണ് കേട്ടോ. അത് ഒത്തിരി ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു നിങ്ങളെ. അവിടെ എൻ്റെ സൈൻ ഇടുന്നത് തെറ്റാണെന്ന് കേട്ടോ. അത് ശരിയാണ്. കാരണം ഇവിടെ ഇൻറ്റുവിന് പകരം ഞാൻ പ്ലസ് ആണ് ഇട്ടത് കേട്ടോ. എപ്പോഴും ഈ 2ab അല്ലെങ്കിൽ 2xy എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഇത് 3 എണ്ണവും കൂടെ എപ്പോഴും ഇൻറ്റു ചെയ്യുകയാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് കൂട്ടുന്നത് കേട്ടോ. അത് ശരിയാണ്. വേറെ ബാക്കിയുള്ള എല്ലായിടും ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ബാക്കിയെല്ലാം ഇൻറ്റു അല്ലേ കേട്ടോ. ഇനിയിപ്പം ഞാൻ അഥവാ തെറ്റാ എഴുതിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം 25² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25നെ നമ്മൾ എന്ത് ചെയ്യണം, 20 + 5 എന്ന് മാറ്റണം അല്ലേ. 20 + 5² അതായത് a+b² ഈ ഐഡൻറ്റിറ്റിയിലോട്ട് വരണമെന്നാണ്. a+b² എന്ന് വെച്ച് കഴിഞ്ഞാൽ a² + 2ab + b² എന്നാണ് അല്ലേ. ഇനിയിപ്പോൾ ഞാനെന്നല്ല ആരായാലും എഴുതുമ്പം തെറ്റായിരിക്കാൻ നിങ്ങളൊന്നും അറിയണേ. ചിലപ്പോൾ ഞാൻ ഇനി എഴുതുമ്പോഴും ചിലപ്പോൾ അവിടെ ആയിപ്പോവും. അപ്പം നിങ്ങൾ എഴുതാൻ വേണ്ടി കേട്ടോ. a² എന്ന് വെച്ചാൽ ഇവിടെ എത്ര നിങ്ങൾ 20 അല്ലേ. 20ൻ്റെ സ്ക്വയർ + 2 അതുപോലെ ഇൻറ്റു 20 × 5 ആണ് കേട്ടോ. ഈ 3 എണ്ണവും ഇൻറ്റു ആണ്. പ്ലസ് എത്ര, 5ൻ്റെ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ എത്രയാണ്, 400 ആണ്. പ്ലസ് 2 2 4, 5 4 20 അല്ലേ. 200 പ്ലസ് അതായത് 2 5 10 2 200 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 കേട്ടോ. ഇനി 400 200 600 625 ആണ് ഇവിടെ വരുന്നത്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, ഇവിടെ ഇങ്ങനെ ഇത് 3 ഇൻറ്റു ആണ്. ഞാൻ ഇനി ഏതെങ്കിലും കണക്കിനകത്തിൽ അവിടെ പ്ലസ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുമോ നിങ്ങളെ, ഈ 3 സംഖ്യയും ഇൻറ്റു ആ കേട്ടോ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ്, ആദ്യത്തേതും അവസാനത്തേതുമാണ് പ്ലസ്. ഇനി തെറ്റിക്കത്തില്ലല്ലോ, ഓക്കെ ആണേ. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 6 നോക്കാം കേട്ടോ. പാർട്ട് 6-നകത്തിൽ നമുക്ക് വർഗ വ്യത്യാസത്തെക്കുറിച്ചാണ്, സ്ക്വയർ ഓഫ് ഡിഫറൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാനുള്ളത്. പാർട്ട് 5 പാർട്ടും ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം 2 3 അങ്ങനെ ആ ഓർഡറിൽ തന്നെ. കാരണം ടെസ്റ്റിൻ്റെ അതേ രീതിയിലെ മൊത്ത കണക്കുകളും ചെയ്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കണ്ടതിന് ശേഷമേ പാർട്ട് 6 കാണാവൂ. ചാടി കയറി പാർട്ട് 6 കാണരുത്, കാരണം മനസ്സിലാവത്തില്ല. ഇവിടെ നോക്കൂ നിങ്ങളെ, വർഗ വ്യത്യാസം, സ്ക്വയർ ഓഫ് ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസവർഗം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആ ചെയ്ത രീതി വെച്ചിട്ട് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് നിങ്ങളെ, a+b
ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? അല്ലേ? എന്ന് വെച്ചാൽ ഇത് കൂട്ടാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി അതല്ല എക്സ് പ്ലസ് വൈ എന്ന് പഠിച്ചവരും ഉണ്ടെങ്കിൽ ഏതാണോ നമുക്ക് പറയാനും പഠിക്കാനും എളുപ്പം ആ രീതി പഠിച്ചാൽ മതി കേട്ടോ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എക്സ് സ്ക്വയർ എ പ്ലസ് 2xy പ്ലസ് ബി വൈക്ക് പകരം വൈ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ ഇതല്ലേ നമ്മളിത് പഠിച്ചത്. എ ബി എന്ന് മാറ്റിയിട്ട് എക്സ് വൈ, ബിക്ക് വൈ കേട്ടോ അവനവന് ഇഷ്ടമുള്ള. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ, അതായത് ഒന്നാമത്തെ പാഠത്തിലും ഈ മൂന്നാമത്തെ പാഠത്തിലും ഇതുവരെ ചെയ്ത കണക്കിൻ്റെ എല്ലാം നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചായിരുന്നു ഇത്രയും നാളും ചെയ്തത് അല്ലേ? ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നേ. അടുത്ത ഒരു ഐഡൻറ്റിറ്റി ഏതാണെന്നറിയോ? വ്യത്യാസവർഗം എന്നാണ് അതിൻ്റെ പേര്. ഈ ഡിഫറൻസ് എന്ന് കേട്ടാലേ ഓർത്തോണം കുറയ്ക്കാനാണ്. ഡിഫറൻസ് എന്ന് കേട്ടാൽ വ്യത്യാസം കാണാനാണ്, കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു ഐഡൻറ്റിറ്റി പഠിക്കാൻ പോവുകയാണ് കേട്ടോ. എന്താണെന്നറിയോ? അതായത് ഇപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ അടുത്തത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് വൈ സ്ക്വയർ. ഇനി അത് എ മൈനസ് ബി സ്ക്വയർ ആയാലും കുഴപ്പമില്ല. എനിക്കെപ്പോഴും എ മൈനസ് ബി ആവും ഞങ്ങളെ, അല്ലെ എ പ്ലസ് ബി എപ്പോഴും പറയാനും ചെയ്യാനും എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എ പ്ലസ് ബി എടുക്കുന്നത് കേട്ടോ. ചിലവർക്ക് എക്സ് പ്ലസ് വൈ ആണ്, ഏതായാലും മതി, നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഇവിടെ നമ്മൾ ഈ ഐഡൻറ്റിറ്റി പഠിച്ചവർക്ക് എളുപ്പമാണ്. എന്താണെന്നറിയോ? ഈ ഫസ്റ്റ് സൈൻ അങ്ങ് മാറ്റിയാൽ മതി. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാക്കിയാൽ മതി. കൂടുതൽ അങ്ങ് ആലോചിച്ച് ഒന്നും ആക്കണ്ട. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നോ പഠിച്ച ഒരാൾക്ക് എന്താ നിങ്ങളെ ഈ ഫസ്റ്റിലത്തെ ആ പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ മതി. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങളെ എങ്ങനെ എളുപ്പം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അല്ലേ? അപ്പോൾ നമ്മൾ എ മൈനസ് ബിയിലോ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് ആക്കിയാൽ മതി. ഇതിന് എന്തോ വ്യത്യാസം? ഫസ്റ്റിലത്തെ ഈ സൈൻ മാത്രം മൈനസ് ആയെന്നേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോകുന്ന കണക്ക് നമ്മൾ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ പിടികിട്ടിയോ? ഓക്കെ ആണല്ലോ? കണക്കിലോട്ട് കയറാം. ടെസ്റ്റിൽ ഒരു കണക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇവിടെ 99ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 99ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കിട്ടിയെന്നാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? 99 എന്ന് പറയുന്നത് അല്ലേ 90 പ്ലസ് 9 അല്ലേ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ? 99 എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ 99 എന്ന് വെച്ചാൽ 90 അധികം 9 അല്ലെ 90 പ്ലസ് 9 ആണ് 99 അല്ലേ? അതിൻ്റെ സ്ക്വയർ വെച്ചാണ് നമ്മൾ ചെയ്തത്. അതായത് എ പ്ലസ് ബി ദ സ്ക്വയർ അല്ലേ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ചാണ് ചെയ്തത്. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി എ എന്ന് പറയുന്നത് അവിടുത്തെ 90 ബി എന്ന് പറയുന്നത് 9 എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 90ൻ്റെ സ്ക്വയർ കേട്ടോ. ഇവിടെ പ്ലസും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കുഞ്ഞില്ല കേട്ടോ. തെറ്റുകൾ നിങ്ങൾ പറഞ്ഞു തരുന്നത് നല്ലതാണ്, കാരണം അത് ഇവിടെ ആണെന്നപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഞാൻ സ്പീഡിൽ ചെയ്ത് പോകുമ്പോഴേ അതൊരു സത്യമായ കാര്യമാണ് നിങ്ങളെ. നമ്മൾ സ്പീഡിൽ ചെയ്തു പോകുമ്പോൾ പല വിഷയങ്ങളും ഞാൻ എടുക്കുന്നുള്ളത് കൊണ്ടേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെറ്റും കേട്ടോ. അപ്പം നിങ്ങളത് പറഞ്ഞു തരുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ എല്ലാ സോഷ്യലും സയൻസിൻ്റെ ഒക്കെ ലിങ്ക് ഇടുമായിരുന്നു ഇതുവരെ കേട്ടോ. ഈ 2 ആഴ്ച കൊണ്ട് മാത്സ് ഞാൻ എടുക്കുന്നില്ലായിരുന്നു. ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ നിങ്ങളത് കയറി കാണണേ കേട്ടോ. എല്ലാത്തിൻ്റെയും 1ഉം 2ഉം പാഠത്തിൻ്റെ ഫുൾ നോട്ടും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. 1ാമത്തെയും 2ാമത്തെയും കേട്ടോ. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ എ സ്ക്വയർ എന്ന് വെച്ചാൽ 90ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സ്ക്വയർ. 90ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 9 9 81 02 പ്ലസ് 2 9 18 അല്ലേ? 18 മീൻസ് 180 ഇൻറ്റു 9 എത്ര? 1620 കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കണേ. പ്ലസ് 9ൻ്റെ സ്ക്വയർ 81. അപ്പം നമുക്ക് 9801 കിട്ടും. 9801 കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിറ്റി നമ്മൾ ആദ്യം പഠിച്ച എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്തതാണ്. ഇനി നമ്മളോട് പറഞ്ഞത് സ്ക്വയർ ഓഫ് ഡിഫറൻസ് എന്നാണ്. നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേ കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി ആണ് ഇതാണ്. ഇത് 2 ബോക്സിൽ കയറ്റി വൃത്തിയായിട്ട് എഴുതണേ കേട്ടോ. എ മൈനസ് ബി എന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, എക്സ് മൈനസ് വൈ എന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഈ ഐഡൻറ്റിറ്റി നല്ലതുപോലെ പഠിക്കണം കേട്ടോ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലോ എ പ്ലസ് ബി ആണെങ്കിലോ ഇവിടെ എ സ്ക്വയർ പ്ലസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളേ കുഞ്ഞുങ്ങളെ കേട്ടോ. നല്ലതുപോലെ അറിയണേ. ഇവിടെ ഈ ഒരു സൈൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഇതൊക്കെ എളുപ്പ വഴിക്ക്
പറയുന്നതാണ്, ഇത് പഠിക്കണേ കേട്ടോ. അപ്പം നമ്മൾ ഈ 99ൻ്റെ സ്ക്വയർ ഇപ്പം നമ്മൾ ചെയ്തല്ലോ. 99ൻ്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 99ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ വ്യത്യാസം അല്ലേ, ഡിഫറൻസ് കാണാനായതുകൊണ്ട്, ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ വ്യത്യാസം അല്ലേ കാണാനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കാനാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 100 മൈനസ് 1ൻ്റെ സ്ക്വയർ, 100 മൈനസ് 1, 100 മൈനസ് 1 ആണല്ലോ 99 അല്ലേ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലേ, അല്ലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ഐഡൻറ്റിറ്റി വെച്ചാൽ നമുക്ക് നോക്കി ഇങ്ങനെ കിട്ടത്തില്ലേ? ഏതാ? ആദ്യത്തേതിന് മാത്രം മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ മാത്രമാണ് നാം മൈനസ്, ബാക്കിയെല്ലാം നമ്മുടെ അതുപോലെ തന്നെയാണ്. എൻ്റെ ഏത് ഐഡൻറ്റിറ്റിയാ? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഏത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. നമ്മൾ മേളിൽ എഴുതിയോണ്ടാണ് പിന്നെ ഞാൻ എഴുതാഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങളെ, എക്സ് എന്ന് പറയുന്നത് 100ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഇതൊക്കെ നമ്മൾ കുറേ ചെയ്ത ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് ഇത് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ? 100ൻ്റെ സ്ക്വയർ, 100 എഴുതിയിട്ട് പിന്നെ 0.2 വെട്ടം. അപ്പോൾ എത്ര? 10,000 അല്ലേ. 1 10 100 1000 10,000 മൈനസ് 2 ഇൻറ്റു 100 200, 200 ഇൻറ്റു 1 200 തന്നെ, പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പം 10,000 നിന്ന് 200 പോയാൽ, എന്നിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങളെ, 10,000 നിന്ന് 200 കുറച്ചാൽ 9,800 ആണ്. അതിൻ്റെ കൂടെ എത്രയുടെ കൂട്ടണം? ഒന്നുകൂടി കൂട്ടണം. കണ്ടോ, ഒന്നുകൂടി കൂട്ടുമ്പോൾ 9,800 ഉണ്ട്, 9,801 കിട്ടും. അപ്പം നമ്മൾ ഇത് നോക്കിയേ, ഇതും ഈ സെയിം ആൻസർ തന്നെയല്ലേ നിങ്ങൾ ഇവിടെയും കിട്ടിയത്. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 90ൻ്റെ കൂടെ 9 കൂട്ടിയതാണ് അല്ലേ. 90 പ്ലസ് 9 ആണ് 99. അത് നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ചെയ്തു. ഇവിടോ 99 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 1 എന്ന് വെച്ചാൽ എന്താ? എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ. അത് രണ്ടും നോക്കിയേ, 2 ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ ചെയ്തതാണ് കണ്ടോ. രണ്ടും ഒരേ ആൻസർ വന്നത് കണ്ടോ. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ കുറച്ചു, ഇവിടെ നമ്മൾ കൂട്ടി. ഇത് ടെസ്റ്റിലെ കണക്കാ, എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഡൗട്ട് മാറിയോ? അങ്ങനെ ആണെങ്കിൽ ടെസ്റ്റിൽ ഒരു ചോദ്യം കൊണ്ടുണ്ടോ നിങ്ങൾ? 48ൻ്റെ സ്ക്വയർ നമ്മുടെ അടുത്ത് ഡിഫറൻസ് ആണ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 40 അധികം 8ൻ്റെ സ്ക്വയർ വെച്ച് ചെയ്തേരും അല്ലേ. 40 അധികം 8ൻ്റെ. ഇവിടെ നമ്മൾ ഡിഫറൻസ് ആയതുകൊണ്ട് നമ്മൾ എന്താ? 48 ആയതുകൊണ്ട് 50 മൈനസ് 2ൻ്റെ സ്ക്വയർ അല്ലേ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ നമുക്ക് ഇഷ്ടമുള്ള ഐഡൻറ്റിറ്റി കൊടുക്കാമെന്ന് ഞാൻ പറയും. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോ വൈയോ എയോ ബിയോ കൊടുക്കാവുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 50ൻ്റെ സ്ക്വയർ. ഇവിടെ നോക്കണേ നിങ്ങളെ, ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം എന്താ? ഇത് രണ്ടും ഇൻറ്റു ആണ്. ഇവിടെ നമ്മൾ കുറയ്ക്കാനായതുകൊണ്ട് ഇവിടെ മൈനസ് ആണ് കേട്ടോ. ഇവിടെ ഒരു മാറ്റവും ഇല്ല. അപ്പം 50ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 5 25 0 2 2500 മൈനസ് 2 ഇൻറ്റു 50 100, 100 ഇൻറ്റു 2 200 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇതെല്ലാം കൂടെ ദാണ്ട കൂട്ടുമ്പോൾ എത്ര വരും? 2304 കിട്ടും. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാ. എങ്ങനെയാണെന്നുള്ള ഡൗട്ട് മാറിയോ? ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസ് നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 50ൻ്റെ ആട്ടോ. ചുവടെയുള്ള വർഗ്ഗങ്ങൾ മനസ്സിൽ കണക്കാക്കുക എന്നാണ്. നമുക്ക് നോക്കാം. 29ൻ്റെ സ്ക്വയർ നമുക്ക് ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ഡിഫറൻസ് ആണല്ലോ. അപ്പം നമുക്ക് എന്തോ ഓർത്തോണം? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാനാണ്. നോക്കി 29 ആണ്. 29ൻ്റെ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളെ? നമുക്ക് 30ൽ നിന്നും 1 അങ്ങ് കുറയ്ക്കാം കേട്ടോ. ചെയ്യാൻ പഠിക്കണേ. 29 അല്ലെ 29 എന്ന് പറയുന്നത് 30ൽ നിന്ന് 1 കുറച്ചതല്ലേ ആണ്. 30ൽ നിന്ന് 1 കുറച്ചതിൻ്റെ സ്ക്വയർ മനസ്സിലാക്കി എഴുതണേ. 30ൽ നിന്നും 1 കുറച്ചതിൻ്റെ സ്ക്വയർ. ഇത് ഏത് ഐഡൻറ്റിറ്റി വരും? നമ്മൾ പഠിച്ചാൽ അല്ലേ. ഒന്നുകിൽ നമുക്ക് എക്സ് മൈനസ് വൈ എന്നോ അല്ലെങ്കിൽ എ മൈനസ് ബി എന്നോ എന്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇനി എ ആയതുകൊണ്ട് ഇനി ചില ആൾക്കാർ എക്സ് മൈനസ് വൈ ദ സ്ക്വയർ എന്തായിരിക്കും നിങ്ങളെ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. സംശയമില്ലല്ലോ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സംശയമില്ലല്ലോ. കാരണം ഇവിടുത്തെ ഈ മൈനസ് ആണേ നമുക്ക് വേണ്ടുന്നത് കേട്ടോ. ഇനി എക്സ് എന്ന് പറഞ്ഞ എത്ര നിങ്ങളെ അവിടെ? 30 ആണല്ലേ. അപ്പം 30ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 30 ഇൻറ്റു 1. ഈ ഇൻറ്റു ആണ് പ്രശ്നം അല്ലേ. 1 ഓക്കെ ആണോ? പ്ലസ് ഈ വൈ സ്ക്വയർ. വൈ എന്ന് വെച്ചാൽ അവിടെ 1 ആണ്. 1ൻ്റെ സ്ക്വയർ ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ. 30ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9 ആവും നിങ്ങളെ. അപ്പം 30ൻ്റെ സ്ക്വയർ 900 പ്ലസ് 2 ഇൻറ്റു 30, 2 3 6 60. 60 ഇൻറ്റു 1 60 തന്നെ. 60 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ.
അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ 900 മൈനസ് 60 60 960 പോയാൽ 0 0 ഇങ്ങനെ 10 10 6 പോയാൽ 4 പിന്നെ ഇവിടെ 8 840 പ്ലസ് 1 841 നിങ്ങളിവിടെ കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കിട്ടി. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മളോട് ചോദിച്ചത് 38ൻ്റെ സ്ക്വയർ 38ൻ്റെ സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ടോ? 38ൻ്റെ സ്ക്വയർ 38 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? 40 നിന്നും 2 കുറച്ചാൽ 38 അല്ലേ? ഡിഫറൻസ് ആണേ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 30 + 8 എടുത്തേനി അല്ലേ? ഇവിടെ ഡിഫറൻസ് ആയതുകൊണ്ട് കുറയ്ക്കുക. 40 നിന്നും 2 കുറച്ചു. അപ്പോഴും നമുക്ക് ഈ ഐഡൻറ്റിറ്റി എപ്പോഴും ഐഡൻറ്റിറ്റി എഴുതണ്ടല്ലോ, അറിയാമല്ലോ. ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? എക്സ് സ്ക്വയറിന് പകരം അങ്ങ് എഴുതിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ തെറ്റൊന്നും പേടിക്കണ്ട അല്ലേ? 2xy + y² കേട്ടോ. എല്ലാം എഴുതിക്കോ, അപ്പോൾ തെറ്റത്തില്ല. അപ്പോൾ നോക്കുന്നില്ലേ, എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എത്ര? 40 ആണ്. അപ്പോൾ 40ൻ്റെ സ്ക്വയർ മൈനസ് 2 × 40 × 2 അല്ലേ, പ്ലസ് y എത്ര ഇവിടെ? 2 2ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 8 അല്ല, 4ൻ്റെ സ്ക്വയർ 16 4 × 4 16 0 2 മൈനസ് 2 × 4 2 4 8 80 80 × 2 8 2 16 160 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 1600 160 പോയാൽ 0 10 6 പോയാൽ 4 പിന്നെ ഇവിടെ 15 15 1 പോയാൽ 14. അപ്പോൾ 14 40 പ്ലസ് 4 14 44. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഡിഫറൻസ് ആണേ. അടുത്തത് 999ൻ്റെ സ്ക്വയർ 999ൻ്റെ സ്ക്വയർ കേട്ടോ. 999ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 999 ആകുമ്പോൾ നമുക്ക് എത്ര? 1000-ൽ ചെയ്യരുതോ നിങ്ങളെ? 1000 മൈനസ് 1 ആണ്. 1000-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 999 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 ആണ്. 1000 മൈനസ് 2 × 1000 × 1 പ്ലസ് ബി എത്ര? 1ൻ്റെ സ്ക്വയർ 1000ൻ്റെ സ്ക്വയറാണ് അല്ലേ? 1000ൻ്റെ സ്ക്വയറാണ് a സ്ക്വയർ. 1000ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 1000 എന്ന് വെച്ചാൽ ഈ 1000 2 വട്ടം ഉണ്ടെന്നല്ലേ? അപ്പോൾ 1000ൻ്റെ 3 0 ഇത് നിങ്ങൾക്ക് തെറ്റല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താണെന്നറിയോ? ഈ 1000ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 10 2 വട്ടം ഉണ്ടെന്നാണ് കേട്ടോ. 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 100ൻ്റെ സ്ക്വയർ 100 2 വട്ടം ഉണ്ടെന്നാണ്. നിങ്ങളത് ഓർത്തോണം കേട്ടോ. ചാടി കയറി എഴുതി വെക്കല്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് വെച്ചാൽ 1000ൻ്റെ സ്ക്വയറാണ്. 1000-ന് എത്ര 0 ഉണ്ട്? 3. 1000 × 1000 ആണ് കേട്ടോ. ഇതെല്ലാവർക്കും തെറ്റുന്നുണ്ട് കേട്ടോ. തെറ്റുന്നിടം ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. 1000ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 1000 2 വട്ടം ഉണ്ടെന്നാണ്. അപ്പോൾ എത്ര 0 ഉണ്ടെന്ന് നോക്കിയേ? 6 0 ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 കേട്ടോ. തെറ്റല്ലേ? മൈനസ് 2 × 1000 2000 2000 × 1 2000 തന്നെ അല്ലേ? 2000 × 1 2000 തന്നെയാണ്. പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഇനി നോക്കിയേ 3 6 0 അല്ലേ? അപ്പോൾ എത്ര? 1s 10s 100 1000 10,000 lakh 10 lakh 10 lakh. ഈ 10 lakh നിന്ന് 2000 കുറയ്ക്കണം കുഞ്ഞുങ്ങളെ. എവിടെ ഇട്ട് കുറയ്ക്കും? ഇവിടെ ഇട്ട് കുറയ്ക്കാം അല്ലേ? 10 lakh അല്ലേ? 10 lakh നിന്ന് 2000 കുറയ്ക്കണം. 2000 ഈ 0 ഒക്കെ എവിടെയൊക്കെ ഇടണമെന്ന് അറിയണേ. 2000 കുറയ്ക്കാം. 0-ൽ നിന്ന് 0 പോയാൽ 0 0 0. ഇവിടെ 0 ആണ്. ഇങ്ങോട്ട് കടവെടുത്തു. അപ്പോൾ ഈ 100-ൽ നിന്നാണ് ഇങ്ങോട്ടൊന്ന് കടവെടുക്കുന്നത് കേട്ടോ. കടവെടുക്കാനൊക്കെ അറിയണേ. ഇവിടെ 0 ആണ്. 0-ൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറം കയറിയപ്പോൾ എന്താ? ഇവിടെ 100-ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആണ് കേട്ടോ. അത് ഇത് കുറയ്ക്കാൻ അറിയാൻ ബേത്തറുണ്ട് കേട്ടോ. 10-ൽ നിന്ന് 2 പോയാൽ ഇവിടെ എത്ര? 8. ഈ 100-ൽ നിന്ന് 1 ഇങ്ങോട്ട് പോയാൽ പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ നിങ്ങളെ? 99 കേട്ടോ. ഇത് അറിയാൻ വയ്യാത്തവർ കാണും, അറിയാവുന്നവർ പോട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണേ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഈ 0 വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ കേട്ടോ. ഇവിടെ 0-ൽ നിന്ന് 2 എടുക്കാൻ പറ്റുമോ നിങ്ങളെ? അപ്പോൾ തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോഴും 0 എടുക്കാൻ പറ്റത്തില്ല ഇപ്പുറത്ത്. അപ്പോൾ നമ്മളിത് മൊത്തം എടുത്തു. 100-ൽ നിന്ന് എന്ത് ചെയ്തു?
ഒന്നിങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി 99 കേട്ടോ. ആ 99 ഈ 99. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 99, 8 ഇട്ടിട്ട് 3 0, പിന്നെ ഈ ഒരു +1. അപ്പോൾ എത്ര? 99 8001. ഇത് തെറ്റുന്നവരുണ്ടെങ്കിൽ ക്ലിയർ ആക്കിക്കോണം ഇപ്പം തന്നെ കേട്ടോ. അടുത്ത 4-മത്തത് 9.5 നോക്കിക്കേ. ഇത് മിക്സർ ഫ്രാക്ഷനിലാണ് വന്നേക്കുന്നത് അല്ലേ? മിക്സർ ഫ്രാക്ഷൻ. ഇതിനെ നമ്മൾ മിശ്ര ഭിന്നത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ? 9.5 തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ? ഈ 9.5 നമുക്ക് എങ്ങനെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും? 9.5 എന്ന് വെച്ചാൽ 10ൽ നിന്നും അര പോകുന്നതല്ലേ കുഞ്ഞുങ്ങളെ 9.5 അല്ലേ? ഇപ്പോൾ 10ൽ നിന്നും ഹാഫ് പോകുന്നതാണ് 9.5 അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10ൽ നിന്നും അര പോകുന്നതാണ് എന്താ? 9.5 കേട്ടോ. അപ്പോൾ 10ൽ നിന്നും അര പോകുന്നതാണ് 9.5. 15 ചെയ്തു കേട്ടോ. ഇനി 9.5 ആയതുകൊണ്ട് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. 9.5 ആയാലും 8.5 ആയാലും ഏതായാലും എന്താ? 10ൽ നിന്ന് അങ്ങ് കുറച്ചോ കേട്ടോ. 10ൽ നിന്നും അര. അപ്പോൾ നോക്കിക്കേ, ഇവിടെ a-b കിട്ടിയല്ലോ. a-b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² - 2ab + b². എ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് അല്ലേ? 10ൻ്റെ സ്ക്വയർ -2 ഇൻറ്റു എ എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു ബി എന്ന് പറയുന്നത് ഹാഫാണ്, പ്ലസ് ആണ്. ബി എന്ന് പറയുന്നത് ഹാഫിൻ്റെ സ്ക്വയർ. ഇതൊക്കെ തെറ്റല്ലേ കേട്ടോ, കറക്റ്റായിട്ട് അറിയണേ. 10ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 10ൻ്റെ സ്ക്വയർ 100 ആണ്. മൈനസ് ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 2 ഇൻറ്റു 10 20. ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 1/2 പ്ലസ് നമുക്കത് തന്നെ ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ എഴുതുന്നത് കാരണം നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി. ഇവിടെ നോക്കൂ ഞാൻ 100 മൈനസ് 2 ഇൻറ്റു 1 20 ഇൻറ്റു 1 എത്ര കുഞ്ഞുങ്ങളെ? 20 ആണ് കേട്ടോ. 20 ഇൻറ്റു 20 ആണ്. 20 ഇൻറ്റു 1 20 ആണ് കേട്ടോ. ബൈ 2. അപ്പോൾ 20നെ 2 കൊണ്ട് നമുക്ക് വെട്ടിക്കളയരുതോ? എത്ര? 10 വരും. മനസ്സിലായോ? അതായത് 20 ഇൻറ്റു 1 20 ആണ്. ബൈ 2. 20നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 വരും കേട്ടോ. ആ 10 ആണ് ഈ 10 കേട്ടോ. പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ആണ് അല്ലേ? 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1. 2ൻ്റെ സ്ക്വയർ 4 ആണ് കേട്ടോ. ഇനി 100 - 10 90. 90 + 1/4 ആണ്. ഇങ്ങനെ വരത്തില്ല ഒരിക്കലും. 90 1/4 എന്നാണ് ആൻസർ വരുന്നത്. 90 1/4. ഓക്കെ ആണോ? ഇതുപോലുള്ള കണക്ക് ഉറപ്പായിട്ടും ചോദിക്കും ഓണപ്പരീക്ഷയ്ക്ക് കേട്ടോ. 9.5 വന്നെന്ന് വിചാരിച്ച് ഹാഫ് ഒന്നും വന്നാൽ ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കരുത്. ഹാഫിനെ ഹാഫായിട്ടിട്ടാൽ നിങ്ങൾക്ക് വെട്ടാൻ എന്തായാലും അതിൻ്റെ അടുത്ത ആൾ കാണും കേട്ടോ. ആ ഹാഫ് വന്നു കഴിഞ്ഞാൽ വെട്ടാൻ നമുക്ക് ഇവിടുന്നേ വെട്ടി വേണേൽ ചെയ്യാം കുഞ്ഞുങ്ങളെ. ഞാൻ ഇവിടുന്നേ വെട്ടി നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വെട്ടി വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 സ്റ്റെപ്പ് കൂടെ അധികം വിട്ടത് കേട്ടോ. ഇനി ആ 2 സ്റ്റെപ്പ് അധികമായി പോയെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായെങ്കിലും ഈ താഴെ മേളിലും വരുന്ന സംഖ്യകളെ വെട്ടിയാണ്ട് ഈ 2 വെട്ടിപ്പോവാം. 10 ഇൻറ്റു 1 10 തന്നെ കേട്ടോ. അങ്ങനെയും ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരെയും യുക്തിപരമായിട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ വെട്ടാൻ അറിയാവുന്നവർക്ക് അങ്ങനെ വെട്ടി ചെയ്യാം. അതല്ല ഡൗട്ട് 2 ഇൻറ്റു 10 20 ആണ്, 20 ഇൻറ്റു 1 20 ആണ് അല്ലേ? അങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കണക്ക് ഓക്കെ ആണേ. 9.5. അടുത്തത് ഈ കണക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്തിൽ ഓരോ നമ്പറിൻ്റെയും ഓരോ കണക്കും വ്യത്യാസമുള്ള കണക്കുകളാണ് കേട്ടോ. അടുത്തത് 5-മത്തത് 9.7ൻ്റെ സ്ക്വയർ. ഇതൊക്കെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കേട്ടോ. 9.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോക്കൂ നിങ്ങൾ. 9.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ൽ നിന്നും 9.7. ഇതേ കണക്ക് ഓർമ്മയുണ്ടോ? ഒന്നുകിൽ നമുക്ക് എന്താ ഇങ്ങനെയുള്ള കണക്ക് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച ഓർമ്മയുണ്ടോ? 9.7 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ വെച്ചു? 9 അധികം 0.7. അതിൻ്റെ ഓർമ്മയുണ്ടോ അങ്ങനെ ചെയ്തത്? ഇവിടെ നമുക്ക് ഡിഫറൻസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും നിങ്ങളെ? 9.7 എങ്ങനെ വന്നെന്ന് എഴുതണം? 10ൽ നിന്നും കേട്ടോ. 10ൽ നിന്നും എന്ത് ചെയ്യണം? ഈ 10 എന്ന് പറയുന്നതിന് ഏതാണ്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. 10ൽ നിന്നും എത്ര കുറയ്ക്കണം? 9.7 കുറയ്ക്കണം. ഇത് തെറ്റാതെ പഠിച്ചോണേ കേട്ടോ. നമ്മൾ 10 മണി എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ 10 എന്നുള്ളത് ഇങ്ങനെ എഴുതുക. കാരണം എന്താണെന്നറിയോ? നമുക്ക് 9 അല്ലെങ്കിൽ 9.7 ആണ് നമുക്ക് കുറയ്ക്കാനുള്ളത്. ഈ പോയിന്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഇതിട്ടത് കേട്ടോ. ഓക്കെ, 0നെ അതുപോലെ എഴുതി. 0ൽ നിന്ന് 7 പോവോ? 0ൽ നിന്ന് 7 പോവോ നിങ്ങളെ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടവെടുത്തു. ഇവിടെ എത്ര? 10 ആയി കേട്ടോ. 10ൽ നിന്ന് 7 പോയാൽ എത്ര? 3 ആണ്
കേട്ടോ. പോയിൻ്റ് ഇവിടെ എത്ര, പിന്നെ 9, 9 ൽ 9 പോയാൽ എത്ര, 0. അപ്പം നിങ്ങൾ ചോദിക്കും ഈ 0-ന് എന്തോ ചെയ്യണമെന്ന് കേട്ടോ. ആ 0 ഒന്നും ചെയ്യേണ്ട, ചെയ്യാൻ വേണ്ടി, കാരണം ഇവിടെ ഇങ്ങനെ ഡെസിമൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 0 വിട്ടുമൊക്കെ ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ 0.3 എന്നാണ് നമുക്ക് വരുന്നത്. കാരണം നിങ്ങളെ 0 അല്ലെ 0.3 0. അപ്പം നമ്മൾ എത്രയിൽ നിന്നാണ്, 10-ൽ നിന്നും എത്രയാണ്, 0.3 കുറച്ചപ്പോൾ നമുക്ക് 9.7 കിട്ടിയത്. നല്ലപോലെ അറിയണേ കേട്ടോ. എങ്ങനെയാണ് വന്നതിന് സംശയമുണ്ടോ? നമ്മൾ ഡിഫറൻസ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കാന്ന് വെച്ചാൽ 9.7 നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ 10-ൽ നിന്നും 9.7 കുറച്ചാൽ ബാക്കി എത്ര വരും, 0.7. ഈ കുറയ്ക്കാൻ അറിയണേ കേട്ടോ, നല്ലപോലെ പഠിക്കണേ നിങ്ങളെ കുറയ്ക്കാൻ. നമ്മളിത് നേരത്തെ ഒന്ന് പഠിച്ചാൽ ഈ പോയിന്റ് വരുന്ന സംഖ്യകളെ എങ്ങനെ കുറയ്ക്കുമെന്ന് അല്ലേ, ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം, a-b² ഏതാവും നിങ്ങൾ, a²-2ab + b² അല്ലേ, b². അപ്പോൾ നമുക്ക് നോക്കിക്കേ, എ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ, എ എന്ന് പറഞ്ഞ ഇവിടുത്തെ 10 അല്ലേ. അപ്പോൾ 10-ന്റെ സ്ക്വയർ -2 × 10 × 0.3 ഇത് ഇത്രയല്ലേ, പ്ലസ് 0.3-ന്റെ സ്ക്വയർ. ഇത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചത്. ഇനി 10-ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര, 100 100 - 2 × 10 20 20 × 0.3 എത്ര, 20 വേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, 20 × 0.3 പ്ലസ് 0.3-ന്റെ സ്ക്വയർ. കാരണം ഇവിടെ ഡൗട്ട് വല്ലതും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുക കേട്ടോ. അപ്പോൾ നോക്കൂ ഞങ്ങളിവിടെ 0.20 × 0.3 എത്ര ആണെന്നേ, ഞാൻ ഇവിടെ ഒട്ടം ചെയ്തേക്കാം. 20 × 0.3 ആയതുകൊണ്ട് നമ്മൾ 3 ഇട്ട് ചെയ്യാം. 0 × 0 2 3 6 കണ്ടോ. 0.3 ആയതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ കുഞ്ഞുങ്ങളെ, ആ പോയിന്റ് ഇതാണ്ട് ഇവിടെ ഇടണേ, മനസ്സിലാക്കണേ. 20 × 0.3 കേട്ടോ, 0.3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 20-നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ലെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 60 കിട്ടി. പക്ഷേ നമുക്ക് 0.3 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റുമ്പോൾ 6 വരുന്നത് കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, 100 - ഇവിടെ എത്ര വരും, 6 പ്ലസ് ഇവിടെ നോക്കൂ നിങ്ങളെ 0.3-ന്റെ സ്ക്വയർ. 3-ന്റെ സ്ക്വയർ എത്ര, 3 × 3 9 കേട്ടോണേ. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടി പഠിച്ചതാണ്. 3-ന്റെ സ്ക്വയർ 9. ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം, അപ്പോൾ 2 എണ്ണം ഇല്ലേ, അതായത് 0.3 × 0.3 അല്ലേ കേട്ടോ. അപ്പോൾ എന്താ, 2 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ, 2 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ കേട്ടോ. 2 0.3 × 0.3 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഓക്കെ ആണോ? ഇനി പോയിന്റിൽ നമ്മൾ തുടങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് 0. ഇവിടെയൊക്കെ നല്ലതുപോലെ അറിയണം കേട്ടോ. ഇനി 100 ൽ 6 പോലെ എത്ര കുഞ്ഞുങ്ങളെ, 94 94 പ്ലസ് 0.09 94 പ്ലസ് 94 എന്ന് വെച്ചാൽ പോയിന്റ് വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം. എത്ര പോയിന്റ് വരുന്ന സംഖ്യകളെ നമ്മൾ 94 അല്ലെ 10 മണി 5 മണി 6 മണി എന്നൊക്കെ പറയുന്ന പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 0.09 9 0 94 94.09 കേട്ടോ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. ഇത് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യനാണ്, നമുക്ക് അടുത്ത് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ, ഈ കണക്കുകൾ നോട്ട് ഇങ്ങനൊരു ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് നിങ്ങൾ ബീജഗണിത രൂപത്തിൽ ആൾജിബ്ര ഓർമ്മയുണ്ടോ? 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആൾജിബ്ര വെച്ചിട്ട് ചെയ്യാം. ഇനി ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് നമ്മൾ തപ്പിയെടുത്തിട്ട് ബീജഗണിതം ഉപയോഗിച്ചിട്ട് ഒരു പൊതു തത്വം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്ന് നോക്കാം. പൊതുതത്വം എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ കണ്ടിട്ട്? ഇത്രയേ ഉള്ളൂ നിങ്ങൾ നോക്കിയേ. 3-ന്റെ സ്ക്വയർ മൈനസ് 2 × 3 = 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ന്റെ സ്ക്വയർ -1 ആണെന്ന് നോക്കാം. 3-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങളെ? 3-ന്റെ നോക്കണേ. 3-ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 6 എന്ന് പറയല്ലേ. 3 × 3 എത്ര? 9 ആണ്. 9 - 2 × 3 എത്ര? 6 ആണ്. അപ്പം നമുക്ക് എത്ര വരുമെന്ന? 3.
എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 4ആണ്. 4 മൈനസ് 1 എന്ന് വെച്ചാലും എത്ര? 3ആണ്. ഇതായി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് അടുത്തുനിന്ന് കൊടുത്തത്. 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4 16ആണ്. മൈനസ് 2 4 8ആണ് അല്ലേ? 16ൽ നിന്ന് 8 പോയാൽ 8ആണ്. ഇനി അവർ പറയുന്നത് 3ൻ്റെ സ്ക്വയർ മൈനസ് 1. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9ആണ് അല്ലേ? 9ൽ നിന്നും 1 പോയാലും എന്താ? 8ആണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25ആണ്. മൈനസ് 2 × 5 10ആണ്. അപ്പോൾ എത്ര? 15 വരുന്നുണ്ട്. അവർ പറയുന്നത് 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 16ആണ്. 16 മൈനസ് 1 15ആണ്. അപ്പോൾ ഈ പറഞ്ഞ രീതി വെച്ച് നമുക്കിങ്ങനെ രണ്ടും ഒരേ ഇത് വരും. കണ്ടോ? ഇവിടെ 8 കണ്ടോ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രീതി വെച്ച് പറഞ്ഞാൽ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9ആണ്. 2 മൈനസ് 2 × 3 6ആണ്. അപ്പം നമുക്ക് 3 വരും. ഇനി അവർ പറഞ്ഞ എന്താ? 2ൻ്റെ സ്ക്വയർ മൈനസ് 1. ഇതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലായി. നോക്കി, ഇവിടെ എല്ലാം എന്താ നിങ്ങളെ? 1 4 5 ഇതൊക്കെ നോക്കി. 3 4 5 വ്യത്യസ്ത നമ്പറുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? 3 4 5 വേണേൽ 6 7 എന്ന് വെച്ച് നമുക്ക് എഴുതാം. 3 4 5 ആ നമ്പർ തന്നെയല്ലേ ഇവിടെ വന്ന? നോക്കിയേ, ആ നമ്പർ തന്നെയാണ് നമ്മളിവിടെ ഓരോന്നിനെയും ഇൻഡ്യൂ ചെയ്തേക്കുന്നത്. ഇവിടെ 3 ഇവിടെ 3, ഇവിടെ 4 ഇവിടെയും 4, ഇവിടെ 5 ഇവിടെ 5 ആണല്ലോ. ഇവിടെ എല്ലാം ആരെയും കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്തത്? 2 വെച്ചാണ് ഇൻഡ്യൂ ചെയ്തിരിക്കുന്നത്. നല്ലപോലെ നോക്കണേ. 3 4 5 ഈ തന്നിരിക്കുന്ന നമ്പറിനെ എല്ലാം നമ്മൾ 2 വെച്ചാണ് ഇൻഡ്യൂ ചെയ്തിരിക്കുന്നത്. ഈ 3നെ 2 വെച്ച്, 4നെ 2 വെച്ച്, 5നെ 2 വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് എന്താ? 3 8 15 എന്ന് കിട്ടി ആണല്ലോ. ഈസിക്കൽ ടു, ഇനി അവർ പറയുന്നത് ഈ 2 ഇതിൽ നിന്ന് 1 കുറച്ചല്ലേ? 3ൽ നിന്ന് 1 കുറച്ചപ്പോൾ 2. 2ൻ്റെ സ്ക്വയർ മൈനസ് 1. ഇവിടെ എല്ലായിടവും 1 ആണല്ലോ. 1 4 എന്ന് വെച്ചാൽ 4ൽ നിന്ന് 1 കുറച്ചപ്പോൾ 3ൻ്റെ സ്ക്വയർ മൈനസ് 1. 5 ആയപ്പം 4ൻ്റെ സ്ക്വയർ മൈനസ് 1. വേണേൽ നമുക്ക് അടുത്ത 6ൻ്റെ സ്ക്വയർ എഴുതിക്കൂടാ? 6ൻ്റെ സ്ക്വയർ മൈനസ് 2 × 6 ഈസിക്കൽ ടു എത്രയോ ഒരു നമ്പർ അല്ലേ? ഈസിക്കൽ ടു ഇവിടെ അപ്പോൾ എത്ര വരും? ഇവിടെ 6, ഇവിടെ 5 അല്ലേ? 5ൻ്റെ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കാരണം ഇവിടെ എന്താ? ഇതിൽ നിൻ്റെ ഓരോന്ന് കുറച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എന്താ? ഓരോ നമ്പേഴ്സാണ് അല്ലേ? അപ്പം നോക്കിക്കേ, ഏതൊക്കെയോ നമ്പേഴ്സ്. ഇതിനെ നമുക്ക് ആൾജിബ്രിക് രൂപത്തിൽ എങ്ങനെ എഴുതാമെന്നാണ്. ബീജഗണിത രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ നിങ്ങളെ. ഇവിടെ നമ്പറുകളാണ് അല്ലേ? ആ നമ്പറിൻ്റെ സ്ക്വയർ. ഇവിടെ എല്ലാ നമ്പറുകളാണല്ലോ, വ്യത്യസ്ത നമ്പറുകളാണ്. ഒരേ നമ്പറല്ല, വ്യത്യസ്ത നമ്പറുകളുടെ സ്ക്വയർ മൈനസ് എല്ലാത്തിനെയും എത്ര കൊണ്ടാണ് ഇൻറ്റു ചെയ്തേക്കുന്നത്? 2 കൊണ്ട് ഇൻറ്റു ആ നമ്പർ തന്നെയാണ്, അതാണ് n അല്ലേ? ഈ നമ്പർ തന്നെയല്ലേ ഇത്? n ഈസിക്കൽ ടു. കേട്ടോ, നല്ലപോലെ നോക്കണേ. ഇനി നോക്കിയേ, ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും എല്ലാം 1 കുറച്ചെന്നല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഈ തന്നിരിക്കുന്ന എല്ലാം എന്തുവാ? ഇപ്പം 3 പറയുന്നത് അല്ല, ഈ 2 പറയുന്നത് 3ൽ നിന്നും 1 കുറച്ചതാണ് അല്ലേ? ഈ 3 പറഞ്ഞത് 4ൽ നിന്നും 1 കുറച്ചതാണ്. അതായത് ഈ എന്നിൽ നിന്നും 1 കുറച്ചതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? n - 1. എന്നിൽ നിന്നും 1 കുറച്ചതാണ് അതാണ്ട് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ. ഇനി ഇപ്പുറത്ത് നോക്കിയാൽ എല്ലാത്തിനും 1 കൊടുത്തിരിക്കുന്നത് അല്ലേ? എല്ലാത്തിനെയും -1. അതായത് ഈ തന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ എഴുതാവുന്ന ഇത്രയും ഓക്കെയാണോ? അതായത് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ n എന്ന് കൊടുത്തു. എല്ലാത്തിനും സ്ക്വയർ ഉണ്ട് നിങ്ങൾ, n സ്ക്വയർ. ഈ മൈനസിനെ അതുപോലെ എഴുതുക. എല്ലാ സംഖ്യയും 2 കൊണ്ടാണ് നമ്മളെ ഇൻഡ്യൂ ചെയ്തിരിക്കുന്നത്, 2. ആ നമ്പർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന n ഈസിക്കൽ ടു. ഇവിടെ ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നെല്ലാം ഓരോന്ന് കുറച്ചിരിക്കുകയാണിത്. അപ്പോൾ n - 1 -1 വന്നത് എന്തുകൊണ്ടാണ്? ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 കുറച്ചത് കൊണ്ടാണ് n - 1 വന്നത്. -1 കേട്ടോ, 1 കുറച്ചിരിക്കുകയാണ്. ഇനി അതിനെല്ലാം എന്തോ ഉണ്ട്? സ്ക്വയർ. ഇനി ഇവിടെ നോക്കി എല്ലായിടവും -1 ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ ആണേ? ഇനി ഇതിനെ നമുക്കൊരു ഓർഡറിൽ എഴുതണമെന്ന് കേട്ടോ. ഓർഡറിലാക്കുമ്പോൾ എന്തോ ചെയ്യാൻ നോക്കിയേ, n സ്ക്വയറിനെ അതുപോലെ എഴുതി. 2 × n എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 2n ആണ്. 2 × n 2n ഈസിക്കൽ ടു n - 1നെ അതുപോലെ എഴുതുക, സ്ക്വയർ -1 കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യുന്ന? പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. കാരണം n സ്ക്വയർ - 2n നോക്കണേ നിങ്ങളെ, ഈക്വലാണ്. ഇതിന് ഈക്വലാണ് n - 1ൻ്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ -1. ഈ അതായത് LHSഉം RHSഉം വെച്ചിട്ട് ഇതിന് ഈക്വലാണ് ഇതെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഇതിന് തെളിയിക്കാൻ
മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈക്വൽ അല്ലേ നിങ്ങൾ? ഈക്വൽ LHS എന്ന് വെച്ചാൽ ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നതും ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്നതും ഒരേ ആൻസറാണ്, ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ. എങ്ങനെ കാണിക്കുമോ നോക്കിക്കോ. നോക്കി n-1 ദ ഹോൾ സ്ക്വയർ a-b ദ ഹോൾ സ്ക്വയർ നമ്മൾ ഓർമ്മയുണ്ടോ? എങ്ങനെ എഴുതാം നമുക്ക്? ഓർമ്മയുണ്ടോ നിങ്ങളെ? n-1 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു, ഇപ്പം നോക്കി ഞാൻ ഇവിടെ കാണിക്കാം, a-b ദ ഹോൾ സ്ക്വയർ ഓർമ്മയുണ്ടോ? അത് ഇവിടെ അത് ഇങ്ങനെ എഴുതി ഓർമ്മയുണ്ടോ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? അതായത് a² മൈനസ് 2ab പ്ലസ് b² എന്ന ഐഡൻറ്റിറ്റിയിലോട്ട് എഴുതരുതോ? അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? n അല്ലേ ഇവിടുത്തെ, അപ്പോൾ എങ്ങനെ എഴുതാം? n². ഇത് ഞാൻ വെറുതെ അറിയാൻ വേണ്ടി, കാരണം നമ്മൾ ആ പഠിച്ച രീതി വെച്ച് ഇവിടെ പറ്റും എന്നറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. നിങ്ങൾ അതിനെ എങ്ങനെ എഴുതണം? ഇതുപോലെ കേട്ടോ. ഇത് അറിയാൻ വേണ്ടി എഴുതിയാണ്. n-1ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, n² മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു 1 അല്ലേ? ഇല്ലേ? n ഇൻറ്റു 1. പിന്നെ പ്ലസ് b എത്ര? 1 സ്ക്വയർ. ഈ b² ആണ് ഈ 1². ഇതൊക്കെ അറിയണേ. പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു -1 ഇവിടെ കിടപ്പുണ്ട്. മൈനസ് നിങ്ങളെ ഏതാണ്ട് ഈ കിടക്കുന്നതിനെയാണ് നമ്മളിപ്പോൾ എഴുതിയത്. a-b ദ ഹോൾ സ്ക്വയർ. ഇപ്പം നമ്മൾ ഐഡൻറ്റിറ്റി ഇപ്പോൾ കുറേ കണക്ക് ചെയ്തില്ലേ? അതിനെ ഞാൻ ഈ ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ബോക്സ് ഇട്ട് കാണിച്ചതാണ്. കാരണം ഇതിലോട്ട് മാറ്റി എഴുതിയതാണ് കേട്ടോ. അറിയാൻ വേണ്ടിയാണ്. ഇതിവിടെ എഴുതി വെക്കണ്ട നിങ്ങൾ. അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണത്തില്ലയോ? അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ a-b ദ ഹോൾ സ്ക്വയറിൽ x-y ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ n² മൈനസ് ഇതൊക്കെ അറിയാം, ഒത്തിരി വട്ടം ചെയ്തവർക്കറിയാം, പ്ലസ് 1². പിന്നെ ഈ -1 ഈ -1 കേട്ടോ. ഇനി നോക്കിക്കേ, n² ഇവിടെ നോക്കൂ, n² മൈനസ് 2 ഇൻറ്റു n 2n ഇൻറ്റു 1 2n തന്നെയാണ്. പിന്നെ പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, -1 ഓക്കെ, അത് തന്നെ. ഇനി നോക്കിയേ, നമ്മളെപ്പോഴും ഓർത്തോണം, ഒരേപോലെ നമ്മൾ കുറേ പറഞ്ഞതാണ് അല്ലേ? ഒരേപോലെയുള്ള നമ്പർ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ 0 ആണ്. ഓർമ്മയുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൻസർ എന്താവും നിങ്ങളെ? 0 ആണ്. നമ്മൾ കുറേ പഠിച്ച, എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം. ഇപ്പോൾ +4 -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 0 ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താ ചെയ്യാം? വെട്ടിപ്പോവും. ഇതും പോയ 0 ആണുകൊണ്ട് എന്താ? n² മൈനസ് 2n ആണ് ബാക്കി ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതും അത് തന്നെ അല്ലേ? n² മൈനസ് 2n അല്ലേ? ഇല്ലയോ? n² മൈനസ് 2n ഈക്വലാണ്. കണ്ടോ? ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റിയേക്കുക. നല്ലതുപോലെ അത് മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലായല്ലോ? നല്ലപോലെ മനസ്സിലായോ നിങ്ങളെ? നമുക്ക് ഇന്ന് ഒത്തിരി വീഡിയോ നീണ്ടുപോയെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഇത് ഇത്രയും നല്ലപോലെ മനസ്സിലാക്കണേ. ഇതിനകത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഇട്ട് തന്നത് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. നമുക്ക് അടുത്ത പാർട്ടി കാണാം. മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ.